ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, എല്ലാവർക്കും അങ്ങാടിപ്പുറത്തേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം സ്റ്റേഷൻ നല്ല അടിപൊളിയായത് കണ്ടോ. ഇത് ഫുൾ ലൈറ്റ് ഇട്ടില്ല, ഫുൾ ലൈറ്റ് ഇട്ട് നല്ല ഭംഗിയായിരുന്നു. ഒരു ഫുൾ ലൈറ്റ് ഇട്ടില്ല, വളരെ കുറച്ച് മാത്രമേ ലൈറ്റ് ഇട്ടിട്ടുള്ളൂ. അങ്ങോട്ടൊക്കെ ലൈറ്റ് ഇട്ട് നല്ല അടിപൊളിയായിരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു യാത്ര പോകണം. ഇത് ഫോണിലാണ്, എൻ്റെ ക്യാമറയിലല്ല. അതുകൊണ്ട് വിഷ്വൽസിന് ചെറിയൊരു ഷേക്ക് ഉണ്ടാവും. ഫുൾ രാത്രി ആയതുകൊണ്ടാണ് ഫോണിലെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിവിടുന്ന് ഉടുപ്പിയിലേക്കാണ് പോകുന്നത്, മരുസാഗർ എക്സ്പ്രസ്സിന്. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ ലുക്ക്. നല്ല ഭംഗിയുണ്ടല്ലേ ആ ലൈറ്റ്സ്. ആക്ച്വലി ഇതിൻ്റെ മുകളിൽ മൊത്തം LED ലൈറ്റ്സ് ഉണ്ട്, അതെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. ഇതിന് മുകളിലുള്ള LED ലൈറ്റ്സും കൊണ്ടാണ് നല്ല സൂപ്പറായിരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഈ കളർ ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. അതിന് മുകളിൽ ഒരു LED സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട്, അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. ഇതാണ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഭാഗം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വരുമ്പോൾ ഇവിടെയുള്ള മറ്റേ ആർട്ട് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നില്ല, അത് കംപ്ലീറ്റ് ആയി. നമുക്ക് സ്റ്റേഷന് ഉള്ളിലേക്ക് കയറാം. അകത്ത് കുറേ പുതിയ ചെയർസൊക്കെ വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കണ്ടിട്ട്. നമുക്കൊന്ന് ഉള്ളിലേക്ക് കയറാം. ഇതാണ് സ്റ്റേഷൻ എൻട്രൻസ്. ഇവിടെ നല്ലൊരു ഡിസ്പ്ലേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ, അവിടെ ഒരു ഡിസ്പ്ലേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള ഡിസ്പ്ലേ ബോർഡ്. അതിനകത്ത് കുറേ ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിറച്ച് ബെഞ്ചുകളൊക്കെ വന്നിട്ടുണ്ട് വെയിറ്റ് ചെയ്യാൻ. ഇവിടെ പുതിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങാടിപ്പുറം. ലൈറ്റൊന്നും കത്തിച്ചിട്ടില്ല. അപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 3യുടെ പ്ലാറ്റ്ഫോം നമ്പർ 2ന് അപ്പുറത്തെ സൈഡിൽ രണ്ടൊരു ട്വിൻ G9 ഹോൾഡ് ഫ്രൈറ്റ് കിടക്കുന്നുണ്ട്. ട്വിൻ G9 ആവശ്യമില്ല, എനിക്കത് ഫുൾ റേക്ക് വന്നതിൻ്റെ അത് അങ്ങനെ ഇങ്ങ് വിട്ടുമെന്ന് തോന്നും. 33162 ഇതിൻ്റെ നമ്പർ കാണാനില്ല, ബിലൈഷ് തന്നെയാണ്. ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ പ്ലാറ്റ്ഫോം നമ്പർ 2 വരും. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ എത്തിയായിരുന്നു. ഷൊർണൂരിലേക്കുള്ള യാത്ര എത്തിയില്ല. ഷൊർണൂരിലേക്കുള്ള ട്രെയിനിൽ കയറുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഷൊർണൂർ എത്തിയിട്ട് 10.5 മണിക്കൂർ വൈകി ഓടുന്ന ജബൽപൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ് കയറി വരുന്നത്. മാപ്പ് 4 പോലെ ഉണ്ട് കണ്ടിട്ട്. നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 7 അനൗൺസ്മെൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ പോകുന്നത് മരുസാഗർ എക്സ്പ്രസ്സിനാണ്. വാഗ് 7 ആണ് നോക്കൂ. വാഗ് 727676 കട്നി ജംഗ്ഷൻ, ന്യൂ കട്നി ജംഗ്ഷൻ. ഇവിടെ കോച്ച് പൊസിഷൻ അനൗൺസ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ട്രെയിൻ വന്നിരിക്കുന്നത്. കോച്ച് പൊസിഷൻ അനൗൺസ് ചെയ്തപ്പോൾ സ്ലീപ്പർ ഫ്രണ്ടിലായിരുന്നു. വണ്ടി വന്നപ്പോൾ AC ഫസ്റ്റ്, AC കോച്ചിലാണ് ഫ്രണ്ടിൽ. ട്രെയിൻ നമ്പർ 16350 നിലമ്പൂർ റോഡിൽ നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം നോർത്ത് വരെ പോകുന്ന നിലമ്പൂർ റോഡ് തിരുവനന്തപുരം നോർത്ത് രാജധാനി എക്സ്പ്രസ് ഇപ്പോൾ കൃത്യസമയത്ത് ഓടിക്കൊണ്ടിരിക്കും. 22:45 മിനിറ്റുകൾക്ക് 4 पर आने की संभावना है. For the kind attention of passengers, train number 16350 നിലമ്പൂർ റോഡ് അറിഞ്ഞു പോലെ വണ്ടി നേരെ കയറി വരുന്നുണ്ട്. അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല, വണ്ടി ജസ്റ്റ് വരുന്നുണ്ട്. വരുന്നതാണ് നമുക്ക് പോകാനുള്ള വണ്ടി. 12977 എറണാകുളം അജ്മീർ മരുസാഗർ എക്സ്പ്രസ്. മരുസാഗർ എക്സ്പ്രസ് നമ്മൾ ലോങ് ജേർണി പ്ലാൻ ചെയ്യുന്നുണ്ടോ, ഒരു end-to-end ട്രിപ്പ്. അത് ഇവിടെ നിന്ന് അങ്ങോട്ട് വേണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വേണമെന്ന് മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. വാപ്പ് 7 തന്നെ പതിവ് പോലെ, സംശയമൊന്നും വേണ്ട. 37400 006 കാൺപൂർ ഷെഡിൽ. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ കോച്ച്. അത്യാവശ്യം പഴക്കമുള്ളൊരു കോച്ചാണ്. 2019 ബിൽറ്റ് കോച്ചാണ്. അജ്മീർ എറണാകുളം മരുസാഗർ എക്സ്പ്രസ്സിന് വണ്ടി ബിഫോർ ടൈം എത്തിയായിരുന്നു. അതാണ് ഈ പുറത്തിറങ്ങി കിടക്കുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി, എറണാകുളം അജ്മീർ എക്സ്പ്രസ് 12977. നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് ഇതാണ്, 197021C. അത്യാവശ്യം നല്ല പഴക്കമുള്ള കോച്ചാണ്. റീപെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി ഏറെക്കുറെ ഫുള്ളാണ് ഇവിടുന്ന്.
ജസ്റ്റ് കയറിയിട്ടേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ പുറപ്പെടുന്ന് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. നല്ല ഉറക്കം വരുന്നുണ്ട്. എന്തായാലും നോക്ക്. നമ്മൾ ഉടുപ്പി വരെയാണ് പോകുന്നത്. കംപ്ലീറ്റ്ലി നൈറ്റ് യാത്രയാണ്. അത് എന്തായാലും ഒരു 10 മിനിറ്റിലോ 15 മിനിറ്റിലൊരു വീഡിയോ അത് കൂടുതലുണ്ടാവില്ല. നമ്മൾ ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്നു. അങ്ങേയറ്റത്ത് രാജറാണി നടക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 4. രാജറാണി ഇപ്പോൾ അല്പം മുമ്പ് വന്നുള്ളൂ. രാജറാണിക്ക് വന്നാലും മരുസാഗറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ ടൈറ്റായിട്ടുള്ളൊരു കണക്ഷൻ ആയതുകൊണ്ട് നമ്മളത് വേണ്ട എന്ന് വെച്ചു. നമ്മളങ്ങനെ ജസ്റ്റ് ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഫോണിൽ നിന്നുള്ള വിഷ്വൽസാണ്. ഞാൻ ഒരുപാട് ഫോൺ പുറത്ത് വെച്ച് പിടിക്കുന്നില്ല. ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല ഫോണിൽ വീഡിയോഗ്രാഫിയിൽ. ഇപ്പോൾ പുതിയ ഇങ്ങനത്തെ കാറ്ററിംഗ് സ്റ്റോൾസിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയാണ്. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. അട്രാക്റ്റീവാണ്. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ പുറപ്പെട്ടു. ഞാനെന്നാൽ പതുക്കെ പോയി കിടന്ന് ഉറങ്ങാൻ പോകണം. നല്ല ഉറക്കം വരുന്നുണ്ട്. രാവിലെ 5:30 ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ കഴിയുന്ന പോലെ നമ്മൾ നിർത്തുന്ന സ്റ്റേഷൻസിൽ ഉണരുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാപ്ചർ ചെയ്യാം. നമുക്ക് യൂഷ്വലി കാസർഗോഡ് വെച്ചൊരു ഓവർടേക്ക് കിട്ടാറുണ്ട്. ദുരന്തോ എക്സ്പ്രസ് ഓവർടേക്ക് ചെയ്ത് പോകാറുണ്ട്. ഞാൻ ഉണരുകയാണ് ആ സമയത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതും ക്യാപ്ചർ ചെയ്യാം. ട്രെയിൻ നമ്പർ 16350 നിലമ്പൂർ റോഡിൽ നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം നോർത്ത് വരെ പോകുന്ന നിലമ്പൂർ റോഡ് തിരുവനന്തപുരം നോർത്ത് രാജറാണി എക്സ്പ്രസ് ഷൊർണൂർ ജംഗ്ഷൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ യാത്രയ്ക്ക് തുടരുകയാണ്. ഗാഡി സമയം 5:45. ഇന്നഞ്ച് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ക്രോസിങ്ങിന് വേണ്ടി. തിരൂർ വിട്ട് നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിയതാണ്. ഇടയ്ക്ക് കാസർഗോഡ് ഓവർടേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. ഓപ്പോസിറ്റ് ലൈനിൽ സിഗ്നൽ പച്ചയായി കഴിഞ്ഞു. മത്സ്യകന്യ തോന്നുന്നു. മത്സ്യകന്യ എക്സ്പ്രസ് ആണ്.
അപ്പോൾ നമ്മൾ ഉടുപ്പി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഉടുപ്പി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വണ്ടി ഒരു അല്പം ലേറ്റാണ്, സമയം 6:03 ആയി. അപ്പോൾ പിന്നെ നമുക്കൊരു അടിപൊളി വേറെ വീഡിയോ കാണാം. ബൈ. അങ്ങനെ മണിപ്പാലിൽ വന്നിട്ട് തിരിച്ചു പോകാനുള്ള യാത്ര തുടങ്ങാൻ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ പുറത്തുനിന്നുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ലൈറ്റ് വന്നു എന്നുള്ളതാണ്. സ്റ്റേഷനിൽ ശ്രദ്ധിച്ചാൽ കാണാം, പ്ലാറ്റ്ഫോമിൽ മുഴുവൻ ലൈറ്റ് വന്നു. അതുപോലെ പ്ലാറ്റ്ഫോം നന്നാക്കുന്നുണ്ട്. ഇപ്പുറത്തെ കല്ലൊക്കെ വിരിച്ചു, ഉള്ളിലോട്ടൊക്കെ വർക്ക് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരൊരു പുതിയ മറ്റേ ലിഫ്റ്റ് എന്തോ ഇവിടെ വെക്കാൻ പോകുന്നുണ്ടെന്ന്. ഇവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ട് ഈ ഫുട് ഓവർ ബ്രിഡ്ജിനോട് ചേർന്ന്. ഒരു ഫുട് ഓവർ ബ്രിഡ്ജാണ്. ഫുട് ഓവർ ബ്രിഡ്ജിനോട് ചേർന്നൊരു കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ട്രെയിൻ ഇപ്പോൾ സമയം 8:16 8:20 മംഗള എക്സ്പ്രസ്സിനാണ് പോകുന്നത്. അപ്പോൾ ട്രെയിൻ ഓൾറെഡി വരാനുള്ള സമയമായി. വണ്ടി ബാർക്കൂർ എത്തി എന്നാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് പിന്നെ ഞാൻ പുറത്തുനിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. നേരെ സ്റ്റേഷനുള്ളിലോട്ട് കടന്നു വന്നു. ഇതൊരു ചെറിയ വീഡിയോ ആണ്, ജസ്റ്റ് ഇവിടുന്ന് ഷൊർണൂർ വരെയുള്ള യാത്ര. അപ്പോൾ ഒരു കുട്ടി വീഡിയോ, ഫില്ലർ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇതാണ് ഇപ്പോൾ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ ലാസ്റ്റ് മംഗള എക്സ്പ്രസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്റ്റേഷൻ വളരെ മോശം അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നു. പ്ലാറ്റ്ഫോമൊക്കെ നന്നാവുന്നുണ്ട്, മൊത്തത്തിൽ അടിപൊളിയാവുന്നുണ്ട്. May I have your attention please? Train number 12618 Nizamuddin Ernakulam Mangala Lakshadweep Superfast Express is arriving shortly on platform number 1. നമ്മുടെ മംഗള എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 വരും എന്ന അനൗൺസ്മെൻ്റാണ്. അവർ കയറി വരുന്നതാണെന്ന് തോന്നുന്നു നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടി ഇതാ കയറി വരുന്നു. പതിവ് പോലെ P7 ആണ്. ഏത് ലോക്കോ ആണെന്നൊക്കെ വണ്ടി അടുത്ത് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇത് തിരിച്ചുള്ള യാത്ര ഇവിടുന്ന് ഉടുപ്പിയിൽ നിന്ന് ഷൊർണൂരിലേക്കാണ്. M2 കോച്ചിലാണ്, AC എക്കണോമിയിൽ. 30400 ഗാസിയാബാദിൻ്റെയാണ് ലോക്കോ. कृपया ध्यान दीजिए, गाड़ी नंबर 1268 निजामुद्दीन एर्नाकुलम मंगला लक्षद्वीप सुपरफास्ट एक्सप्रेस प्लेटफॉर्म क्रमांक 1 पर आ चुकी है. इस गाड़ी से पधारे यात्रियों का यहाँ हम हार्दिक स्वागत करते हैं. ഇതാണ് നമ്മുടെ കോച്ച്, AC എക്കണോമി. പിന്നെ ഇതിലൂടെ കയറിയേക്കാം. निजामुद्दीन एर्नाकुलम നമ്മൾ ജസ്റ്റ് മംഗലാപുരം ജംഗ്ഷനിലേക്ക് എത്തുന്നു. 39075 തുഗ്ലക്കാബാദിൻ്റെ ലോക്കോ. നമ്മുടെ ഓപ്പോസിറ്റ് ട്രെയിനായ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിനെ കൊണ്ട് നിസാമുദ്ദീനിലോട്ട് വന്ന് മംഗളമായിട്ട് നിൽക്കുന്നു. സമയം 9:36. നമ്മൾ മംഗലാപുരത്ത് എത്തിക്കഴിഞ്ഞു. ഇനി 1 മണിക്കൂറിന് മേലെ എൻ്റെ വണ്ടിക്ക് വരുന്ന പുറപ്പെടാൻ. ഇത് പുറപ്പെടുന്ന വരുമ്പോൾ ഞാൻ ഉണർന്നിരിക്കില്ല. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. മിക്കവാറും ഞാൻ അതിന് മുമ്പ് കിടന്ന് ഉറങ്ങും. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇത് കാണിച്ചേക്കാമെന്ന് വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ യാത്ര ചെയ്യുന്ന കോച്ച് 227289 M2. അപ്പോൾ നമ്മളങ്ങനെ മംഗലാപുരത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സമയം ഇപ്പോൾ 10:10. ഇനി അരമണിക്കൂറും കൂടി ഉണ്ട്. മീൻവയൽ നമ്മുടെ മഡ്ഗാവ് മംഗളൂരു സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ് കടന്നു പോകുന്നുണ്ട് പ്ലാറ്റ്ഫോമിൽ കൂടെ.
പതിവ് പോലെ തന്നെ ആരുമില്ല. ഈ ട്രെയിനിൽ നേരത്തെ യാത്ര ചെയ്ത യാത്രക്കാരിട്ടിട്ട് പോയിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ മംഗളയ്ക്ക് ഷൊർണൂർ എത്തിയിട്ട് നേരെ പ്ലാറ്റ്ഫോം 4 നമ്മുടെ രാജധാനി വന്നു. അതിന് കയറി അങ്ങാടിപ്പുറത്തേക്ക് പോന്നു. പതിവ് പോലെ നേരത്തെ എത്തിയായിരുന്നു മംഗള ഒരു 3:38 ആയപ്പോഴേക്കും എത്തിയായിരുന്നു. രാജധാനിയിൽ നിന്ന് അല്പം ലേറ്റ് വരുന്നു. തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരമായി പോകുന്ന തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് 6ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രികൾ कृपया ध्यान दें, गाड़ी संख्या 1-6-3-4-7 तिरुवनंतपुरम मंगलापुरम एक्सप्रेस रोड की देर में प्लेटफॉर्म क्रमांक 6 पर आएगी. For the kind attention of passengers, train number 1634-7 तिरुवनंतपुरम मंगलापुरम एक्सप्रेस कृपया ध्यान दें,